ബിഗ് ബോസിന്റെ വൈൽഡ് കാർഡ് എൻട്രിയുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിന് ഒരു വലിയ അബദ്ധം സംഭവിച്ചിരിക്കുകയാണ്. ഈ വൈൽഡ് കാർഡ് എൻട്രിയുടെ മത്സരാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന ഒരു അവലോകന വീഡിയോ ഏഷ്യാനെറ്റിന്റെ ന്യൂസ് ചാനലിൽ ചെയ്തിരുന്നു. ആ വീഡിയോയിലാണ് ഒരു വലിയ അബദ്ധം, എൻ്റെ സംഘാടകർക്ക് ഒരിക്കലും പറ്റാത്ത ഒരു അബദ്ധമാണ് അവിടെ സംഭവിച്ചത്. ഈ അഭിഷേക് ശ്രീകുമാർ എന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു വൈൽഡ് കാർഡായിട്ട്. അപ്പോൾ ഈ അഭിഷേക് ജയദീപ് എന്ന് പറഞ്ഞ വേറൊരു കണ്ടസ്റ്റന്റ് ഉണ്ട്. പക്ഷേ രണ്ടുപേരെ കണ്ടാലും വ്യത്യസ്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ ഗൂഗിളിൽ അഭിഷേക് ശ്രീകുമാർ എന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആദ്യമേ കിട്ടുന്നത് ഒരു ഡോക്ടറുടെ, ഒരു പീഡിയാട്രിക് ഡോക്ടറുടെ പ്രൊഫൈലാണ്. സെയിം പേരാണ്, അഭിഷേക് ശ്രീകുമാർ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ വളരെ സാമ്യമുണ്ട്. ഇപ്പൊ ഈ ബിഗ് ബോസിൽ വൈൽഡ് കാർഡായിട്ട് കയറിയ അഭിഷേക് ശ്രീകുമാറുമായിട്ട് വളരെ സാമ്യമുള്ള ഒരു ഡോക്ടറാണ് ഈ അഭിഷേക് ശ്രീകുമാർ, പീഡിയാട്രിക് ഡോക്ടർ. അപ്പോൾ ഈ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഈ പ്രോഗ്രാം എഡിറ്റ് ചെയ്ത ആൾക്കാർക്ക് പറ്റിയ പിഴവാണ്. അപ്പൊ അവര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എടുത്തപ്പോൾ ഈ അഭിഷേക് ശ്രീകുമാർ എന്ന പീഡിയാട്രിക് ഡോക്ടറുടെ പ്രൊഫൈലിൽ പോയി അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് അവരുടെ ഈ അവലോകന വീഡിയോയിൽ ചേർത്തത്. അത് കണ്ടപാടെ ഈ പീഡിയാട്രിക് ഡോക്ടർ അഭിഷേക് ശ്രീകുമാർ ഒരു സ്റ്റോറി ഇട്ടു. എന്നെക്കുറിച്ചൊക്കെ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ ഒരു പ്രമുഖ ചാനലിൽ വാർത്തയിട്ടിരിക്കുന്നു, ഇത് എന്താണ് ഇത് എന്നുള്ള രീതിയിൽ ചോദിച്ചുകൊണ്ട്. അതായത് ഈ അഭിഷേക് ശ്രീകുമാർ എന്ന കണ്ടസ്റ്റന്റ് പണ്ട് LGBT കമ്മ്യൂണിറ്റിനെയൊക്കെ അധിക്ഷേപിച്ച് കുറച്ച് പ്രശസ്തിയൊക്കെ ഉണ്ടായി അവസാനം സോഷ്യൽ മീഡിയയിൽ നിന്ന് പിൻവാങ്ങേണ്ട അവസ്ഥയായ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ആരോപണങ്ങളൊക്കെ വന്നതോടുകൂടി ഈ അഭിഷേക് ശ്രീകുമാർ എന്ന ഈ ഡോക്ടർക്ക് ഈ വാർത്ത കണ്ടപ്പോൾ ഒട്ടും സഹിച്ചില്ല. അദ്ദേഹം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എന്തായാലും അതിന്റെ ആൾക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല, രണ്ടുപേരെയും ഒരേ പേരാണ്, ഒരേ ലുക്കാണ്. പിന്നെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാറ്റാമായിരുന്നു. എന്തായാലും ഇത്രയും ഒരു വലിയ അബദ്ധം ഇങ്ങനെ ഒരു ന്യൂസ് ചാനലിന്റെ ഭാഗത്തുണ്ടാകുമെന്ന്, അതും സെയിം ഷോ നടത്തുന്ന ചാനലിന്റെ ന്യൂസ് ചാനലിൽ നിന്നുണ്ടാകുന്നത് വളരെ ദൗർഭാഗ്യകരം തന്നെയാണ്.